CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തീരദേശ മേഖലാ ക്യാമ്പിന്റെ ഭാഗമായി പുന്നയൂരിലെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി സന്ദർശനം നടത്തി. പുന്നയൂർ പഞ്ചായത്തിലെ 7, 11 വാർഡുകളിലായി 6 വീടുകളിലാണ് വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും മെമ്പർമാരും സന്ദർശനം നടത്തിയത്. റേഷൻ കാർഡിൽ കൃത്രിമം കാണിച്ച് സർക്കാർ ജോലി നേടിയ സംഭവത്തിൽ 4 പേർക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. തിരുവനന്തപുരം സ്വദേശികൾക്ക് തൃശൂർ ജില്ലയിൽ ജോലി ലഭിക്കുന്നതിനു വേണ്ടിയായിരുന്നു കൃത്രിമം നടത്തിയത്. ആശിഷ് ഓയിലും കഞ്ചാവുമായി 2 യുവാക്കളെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. കരിക്കാട് തിപ്പിലശ്ശേരി സ്വദേശി താഴിശ്ശേരി വീട്ടിൽ വൈഷ്ണവ്, മുതുവട്ടൂർ കൈപ്പടം വീട്ടിൽ വിഷ്ണു എന്നിവരെയാണ് ടെമ്പിൾ SI IS ബാലചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം കാണിപ്പയ്യൂർ പെൻകോ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് സ്ഥാപനത്തിൽ നിന്നും 22 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന സ്ഥാപന ഉടമയുടെ പരാതിയിൽ ജീവനക്കാരനെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കാണിപ്പയ്യൂർ സ്വദേശിയും സ്ഥാപനത്തിലെ ജീവനക്കാരനുമായ കിഷോറിനെതിരെയാണ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മഹേഷ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രസിദ്ധമായ കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലാണ് ആഘോഷിക്കുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇടവിള കൃഷിക്ക് ആവശ്യമായ നടീൽ വസ്തുക്കൾ വിതരണം ചെയ്ത് തവിട്ട് വിപ്ലവത്തിന് തുടക്കമായി. എരുമപ്പെട്ടി ശ്രീ ശങ്കരൻകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മകരപ്പത്ത് മഹോത്സവം ആഘോഷിച്ചു. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോറോൻ മോർ ഇഗ്നാത്യോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കിസ് ബാവയുടെ ഭാരതത്തിലെ 4ാം ശ്ലൈഹിക സന്ദർശനത്തിനായി വ്യാഴാഴ്ച ബംഗളൂരുവിലെത്തി. SSLC മോഡൽ പരീക്ഷയ്ക്ക് പേപ്പർ അച്ചടിക്കുന്നതിന് വിദ്യാർത്ഥികളിൽ നിന്നും പണം പിരിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയ ഉത്തരവിനെതിരെ എരുമപ്പെട്ടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് സംസ്ഥാനത്തെ സാമ്പത്തിക നില താറുമാറാക്കിയ സർക്കാർ വിദ്യാർത്ഥി സമൂഹത്തോട് കൊടിയ അനീതിയാണ് കാണിക്കുന്നതെന്ന് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ പറഞ്ഞു. കുന്നംകുളം നഗരസഭയിൽ ബുധനാഴ്ച വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വികസന സെമിനാർ ബഹിഷ്കരിച്ച് കുന്നംകുളം നഗരസഭയിലെ BJP കൌൺസിലർമാർ. നഗരസഭാ വികസന സെമിനാറിൽ അവതരിപ്പിച്ച 2024-25 കരട് പദ്ധതി രേഖ ജനോപകാരപ്രദമല്ലാത്തതും ജനക്ഷേമകരമല്ലാത്തതുമായ പദ്ധതി രേഖയാണെന്നും BJP മെമ്പർമാർ പറഞ്ഞു. കോൺഗ്രസ് ലീഗ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കരുമത്തിൽ ശങ്കരന്റെ 64ാം രക്തസാക്ഷി ദിനം ആചരിച്ചു. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കർമ്മല മാതാവിന്റെയും സംയുക്ത തിരുനാൾ ഭക്തിസാന്ദ്രമായി. വേലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയർ ഫൊറോന ദേവാലയത്തിൽ സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തേര് മത്സരത്തിൽ സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് യൂണിറ്റ് 1ാം സ്ഥാനം നേടി. കരിയന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. വഴിയാത്രക്കാർക്ക് കുടിവെള്ളമൊരുക്കി വടക്കേക്കട് കല്ലിങ്ങൽ നിവാസികൾ. കല്ലിങ്ങൽ നാവൂർ ഷാഹുൽ ഹമീദ് തങ്ങളുടെ മിനാരത്തിനോട് ചേർന്നാണ് കുടിവെള്ളം ഒരുക്കിയിട്ടുള്ളത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്കായി കലോത്സവം സംഘടിപ്പിച്ചു. പഴഞ്ഞി MD കോളേജ് ഇലക്ഷൻ ലിറ്ററസി ക്ലബിന്റെയും NSSന്റെയും നേതൃത്വത്തിൽ ദേശീയ സമ്മതി ദിനാഘോഷം നടത്തി. DYFI കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ചൂണ്ടൽ മേലേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. താലപ്പൊലി മഹോത്സവത്തിന്റെ തത്സമയ സംപ്രേഷണം വെള്ളിയാഴ്ച CCTV സിനിമാ ചാനലിൽ ചാനൽ നമ്പർ 50 പ്രേക്ഷകർക്ക് ആസ്വദിക്കാം. ജില്ലയിലെ വിവിധ സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ദേവമാതാ CMI ഇന്റർനാഷണൽ സ്കൂൾ നടത്തിയ കലാമേള ദേവസ്പർശം സമാപിച്ചു. DYFI പുന്നൂർക്കുളം വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാം കെ നാം ഡോക്യുമെന്ററി പ്രദർശനം നടത്തി. അക്കിക്കാവ് TMEHS സ്കൂളിന്റെ 85ാം വാർഷികവും യാത്രയപ്പ് സമ്മേളനവും അനുമോദന യോഗവും കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ UP വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പലഹാരമേള 2024 സംഘടിപ്പിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, YouTube ചാനൽ, Facebook പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.